അപ്പോൾ ഇന്ന് ചക്ക കൊണ്ടൊരു വിഭവം നോക്കാം. ചക്ക തീയൽ. അപ്പോൾ എല്ലാ ദിവസവും ഒരേ വിഭവം കഴിക്കാതെ മാറി മാറി ഉണ്ടാക്കി നോക്കാം. അപ്പോഴിന്ന് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഹായ് കൂട്ടുകാരെ, സിലിൻ ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്നൊരു ചക്ക തീയൽ നോക്കാം. അപ്പോഴെന്നും ഒരേ വെണ്ടയ്ക്ക തീയലും പടവലങ്ങ തീയലും ഒക്കെ ഉണ്ടാക്കാതെ ഒരു ചക്ക തീയൽ തയ്യാറാക്കി നോക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റോടുകൂടി ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴിതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം തേങ്ങ തട്ടിക്കൊടുത്തിട്ടുണ്ട്. 1 പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിലേക്ക് ഒരു 5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ 5 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 6-7 വേണം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതിപ്പോൾ ഇവിടെ പൊടി ഐറ്റങ്ങളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടി ഐറ്റങ്ങളുടെ ആ പച്ചശോഭ നല്ലപോലെ മാറിക്കിട്ടണം. പൊടി ഐറ്റങ്ങളെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 7 വെളുത്തുള്ളി, 3-4 പച്ചമുളക്, ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വേകുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക.
അതിനുശേഷം ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. വേകുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇവിടെ വെള്ളം അരപ്പും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ചക്ക ഇട്ട് കൊടുക്കുക, ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന. ഉപ്പുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നല്ല കുറിയ ചാറോടുകൂടി സൂപ്പർ ടേസ്റ്റിൽ ഇവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലേ? ഇനി ഒന്ന് കടുക് താളിച്ച് കൊടുക്കുക. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. ഇവിടെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ നല്ലൊരു ചക്കത്തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക.
അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്കൊരു സപ്പോർട്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.